നമസ്കാരം, ഞാൻ അജു. ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. APL റേഷൻ കാർഡുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് BPL കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുന്നു. ഈ മാസം 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെ റേഷൻ കാർഡ് BPLലേക്ക് മാറാൻ ഇപ്പോൾ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ തീയതി അവസാനിച്ചാൽ പിന്നെ പുതിയ അപേക്ഷകൾ നൽകുവാനോ സമർപ്പിച്ച അപേക്ഷകളിൽ മാറ്റം വരുത്തുന്നതിനോ ആവശ്യമായി വരുന്ന മറ്റു രേഖകളുണ്ടെങ്കിൽ അത് സമർപ്പിക്കുവാനോ കഴിയുകയില്ല. വെള്ള, നീല റേഷൻ കാർഡുള്ള അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾക്ക് സിറ്റിസൺ ലോഗിൻ ഓപ്ഷൻ ഉപയോഗിച്ചും BPLലേക്ക് മാറുന്നതിനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. BPL കാർഡ് ലഭിക്കാൻ അർഹതയില്ലാത്തവർ ഈ പറയുന്നവരാണ്: സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ, ആദായ നികുതിദായകർ, സർവീസ് പെൻഷനേഴ്സ്, 4 അതിലധികമോ ചക്രവാഹനങ്ങൾ സ്വന്തമായുള്ളവർ, ഇതിൽ ടാക്സി സ്വന്തമായുള്ളവർ ഉൾപ്പെടുകയില്ല. അതുപോലെ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT, നേഴ്സ്, CA തുടങ്ങിയ പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർ BPL കാർഡിന് അപേക്ഷിക്കാൻ അർഹരല്ല. മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും അംഗമായി ഉൾപ്പെട്ടിട്ടുള്ള കാർഡ് ഉടമകൾക്കാണ് BPLന് അർഹതയില്ലാത്തത്. ഇതുകൂടാതെ കാർഡിലെ മുഴുവൻ അംഗങ്ങൾക്കും കൂടി 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം സ്വന്തമായുണ്ടെങ്കിൽ, കൂടാതെ പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ കൂടുതലുള്ളവർക്ക് NRI ഉൾപ്പെടെ അർഹത ഉണ്ടായിരിക്കുകയില്ല. ഇതിൽ നിന്നും ST വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ BPL യോഗ്യത പരിഗണിക്കുന്നത്. മാർക്ക് അടിസ്ഥാനത്തിലല്ലാതെ പരിഗണിക്കുന്നത് ഇനി പറയുന്ന വിഭാഗങ്ങളിലാണ്. ഇതിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, ആദിവാസി, ക്യാൻസർ, ഡയാലിസിസ്, അവയവമാറ്റം, HIV, വികലാംഗർ, ഓട്ടിസം, ലെപ്രസി, 100% തളർച്ചാ രോഗികൾ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്കും, കൂടാതെ വിധവ, വിവാഹിതയായ സ്ത്രീ, ഡൈവോഴ്സ് ഇങ്ങനെയുള്ള സ്ത്രീ, കുടുംബനാഥയായിട്ടുള്ള പ്രായപൂർത്തിയായ പുരുഷന്മാർ, കാർഡിലില്ലാത്ത നിരാലംബരായ സ്ത്രീകൾ എന്നീ വിഭാഗങ്ങളാണ് മാർക്ക് അടിസ്ഥാനത്തിലല്ലാതെ BPL കാർഡിന് അപേക്ഷിക്കാൻ അർഹതയുള്ളവർ. ഇനി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ BPLന് അർഹതയുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം വരുന്നത് 2009 BPL സർവേ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഇതിനു പുറമെ മാർക്കിന് പരിഗണിക്കാവുന്നത് ഹൃദ്രോഗികൾ, മുതിർന്ന പൗരന്മാർ കാർഡിലുണ്ടാവുക. തൊഴിലിന്റെ അടിസ്ഥാനത്തിലും പട്ടികജാതിയിലുള്ളവർക്കും അതതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ലഭിക്കും. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ആവശ്യമായ രേഖകൾ പഞ്ചായത്തിൽ നിന്ന് ഹാജരാക്കിയാൽ മാർക്ക് ലഭിക്കും. വീടിൻ്റെ അവസ്ഥ, കോൺക്രീറ്റ്, ഓല, ഓട്, അതിൻ്റെ അടിസ്ഥാനത്തിലും മാർക്കിൽ വ്യത്യാസമുണ്ടാകും. സർക്കാർ ഭവന പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കും മാർക്ക് ലഭിക്കും. ഇതിൽ IAY, ലൈഫ് പദ്ധതി തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ്. വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യം ഇല്ലാത്തവർക്കും മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്രകാരം വിവിധ വിഭാഗങ്ങൾക്ക് ഇത്ര മാർക്ക് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ച് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ വിഭാഗത്തിനും വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആശ്രയ വിഭാഗം ആണെന്ന് തെളിയിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രം, ഡയാലിസിസ്, മറ്റ് ഗുരുതര മാരക രോഗികൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സാരേഖകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ വില്ലേജ് ഓഫീസർ നൽകുന്ന കമ്മ്യൂണിറ്റി അഥവാ ജാതി സർട്ടിഫിക്കറ്റ്, കാർഡ് ഉടമ അല്ലെങ്കിൽ ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, സ്വന്തമായി ഭൂമിയില്ലാത്തവർ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത സർട്ടിഫിക്കറ്റ്, 2009 BPL ലിസ്റ്റിൽ ഇല്ലാത്തവർ എന്നാൽ BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രം, ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭ്യമായിട്ടുള്ളവർ ആ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം, റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള മാസവരുമാനത്തെക്കാളും നിലവിലെ വരുമാനം കുറവാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട രേഖകൾ. മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നമുക്ക് അർഹരായവർക്ക് നിലവിൽ APL റേഷൻ കാർഡാണ് ഉള്ളത് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡായ BPL കാർഡിലേക്ക് മാറുന്നതിനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ. എങ്ങനെ BPL റേഷൻ കാർഡിനായി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ വിശദമായി നമുക്ക് നോക്കാം. വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ ദയവായി ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.